ഹായ്, എല്ലാവർക്കും അന്നപൂർണ്ണ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ 300 ഗ്രാം ശർക്കര നന്നായിട്ട് പൊടിച്ച് ഉരുക്കി എടുക്കണം. ശർക്കര പാനിയാക്കി എടുക്കണം. പിന്നെ ഏലക്ക എടുത്തിട്ടുണ്ട് 5 മുതൽ 7 വരെ. 2 പാളയംകുടം പഴം എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. തീരെ മഷി പോലെ അരയ്ക്കരുത്, ചെറിയൊരു തരിതരിപ്പ് വേണം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച എണ്ണയിലോട്ടാണ് ഇടുന്നത്. ഇത് ഒരു തവി മാവ് നമ്മൾ ആദ്യം ഒഴിക്കും. എന്നിട്ട് അത് സാവധാനം പൊങ്ങി വന്നിട്ട് താനെ നീങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത മാവ് ഒഴിക്കാം. അതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, നീങ്ങി വന്നിട്ടുണ്ട്. അടുത്ത തവി മാവ് ഒഴിക്കാം. ഇനി അതും ഇതുപോലെ തന്നെ പൊങ്ങി വന്ന് നീങ്ങും. അപ്പോൾ അടുത്ത തവി മാവ് ഒഴിക്കാം. നല്ല സോഫ്റ്റ് നെയ്യപ്പമാണ്. കാരണം നമ്മുടെ പാളയംകുടം പഴവും സോഡാപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ്. ഇതുപോലെ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മൾ ഒരുമിച്ചാണ് എല്ലാം കൂടെ അരച്ചെടുക്കുന്നത്. സോഡാപ്പൊടിയും എള്ളും മാത്രമേ നമ്മൾ പിന്നീട് അരച്ചെടുത്തതിന് ശേഷം ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവൊന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. വെന്ത് വരുന്ന അനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ആദ്യം ഒഴിച്ച മാവ് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ അടുത്തത്, അങ്ങനെ വെന്ത് വരുന്ന അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നീക്കി ഇളക്കിയിട്ട് കൊടുക്കണം. ആദ്യം ഒഴിച്ചത് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഓരോന്നും വേഗം അനുസരിച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ലാസ്റ്റ് ഒഴിച്ചതും വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒരേ പരുവത്തിന് നന്നായിട്ട് വെന്ത് വരണം. ഇതൊന്നും കൂടെ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് 2 സൈഡും നല്ലതുപോലെ തന്നെ വെന്ത് മുരിഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമുക്കിനി ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ജന്മാന്തരത്തിൻ ബന്ധം പോലെ ഏതോ പുണ്യം പോലെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
അടുത്ത ഒരു തവി മാവ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ഒഴിച്ചതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരുന്നത് വരെ മറിച്ചും തിരിച്ചുവിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം. നമ്മുടെ നെയ്യപ്പം അടുത്തൊഴിച്ചത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യണം. നല്ല നെയ്യപ്പമാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ. എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ.